ചോപ്പിനെ ചുമ്മാ ചോപ്പ് വരത്തില്ല, ചോപ്പിനെ വില്ലതില്ല. ആ ചോപ്പിന്റെ എല്ലാം കഷ്ണമാണ് കടിച്ചെത്തിട്ടാണ് ഓർക്കിയത് മാറ്റി എന്താ ഡോറമോനെ വിളിച്ചത്? കണ്ടോടാ എന്റെ അക്കോളി, എന്റെ ഡാഡിത്തെ വെച്ചാ നിന്റെ ഫാങ്കിൽ വല്ല പണിയുണ്ടോടാ? നീ അവിടെ പോണോ? അയ്യയ്യേ എന്തോത്തിനാടാ? ഓഹോ, അതിനായിരുന്നാ നിങ്ങളുടെ അക്കോരത്തിന് വേണ്ടി കിടന്ന അടിപൊളി. ഓ, അതാണല്ലേ കാര്യം. ഇൻസൾട്ട് ചെയ്ത് വെച്ച് എന്തുകൊണ്ട് അവനൊക്കെ ഇൻസൾട്ട് ചെയ്ത് ഈ നമ്മൾ ചോപ്പിനെ കുളിപ്പിക്കുന്ന വെള്ളത്തിലാണോ കാലിടുന്നത്? പറഞ്ഞോ? ഓഹ് കേസ്, നമ്മളെന്ന് പറഞ്ഞാൽ ഈ പാതി ചെയ്യുമ്പോൾ എൻ്റെയും പാതി ചെയ്യുമ്പോൾ ചോപ്പിൻ്റെയാണ്. ആദ്യം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഞങ്ങൾ ഇങ്ങനെ വിയർപ്പൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി വച്ചിട്ടുണ്ട്. നമുക്കെന്ന് പറഞ്ഞാൽ ചോപ്പിനെയും കൂടെ വിളിക്കാം. ഡോറേമോനടുത്ത് ചോദിക്കാൻ പോണ്, പക പിടിച്ചാൻ പോണ്. ഷിൻചാനെ അവൻ നേരത്തെ വിളിച്ചായിരുന്നു. നാണ്ട് കഴിഞ്ഞു. നമുക്കെന്ന് പറഞ്ഞാൽ ഓടിപ്പോവാൻ കൈസ്. നമുക്കെന്നാ പറയുന്നത് ഡോറേമോൻ്റെ വീട്ടിൽ പോയി പാക ചെയ്യണമെന്നാണ് ഷിൻചാൻ പറഞ്ഞു. നമുക്ക് ഇതാണ് അവൻ്റെ പൂള്. നീ ഞങ്ങളുടെ ചെറുക്കിനെ ഇൻസൈഡ് ചെയ്യുമോ? ചെയ്യും. നിങ്ങൾക്കെന്താ? നീ പിച്ചക്കാരനല്ലേ? നിങ്ങളെ റിച്ചാക്കി. ഓഹോ ഗൈസ്, നമുക്കൊന്ന് വീണ്ടും പോയി നമുക്ക് മീൻ വാങ്ങിക്കാം. മീൻ എന്ന് പറഞ്ഞാൽ ജീവനുള്ള മീനാണ്. ചോപ്പിനെ നമുക്ക് അവിടെ ഇടിച്ചു. ചോപ്പ് ഈ വഴി ഇറങ്ങിയടിച്ച് വരും, ചിലപ്പോൾ ചാടി വരും. നമുക്ക് ഷിൻചാനെ വിളിക്കണോ? ഷിൻചാനെ വിളിക്കാം. ഷിൻചാനെ വിളിക്കും, ചിലപ്പോൾ മീൻ വാങ്ങിക്കാം. നോക്കാം. ഷിൻചാനെ പോയി മീൻ വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ ഫൈനീനെ. ഓക്കെ ഗൈസ്, പറഞ്ഞാൽ മീൻ വാങ്ങിക്കാൻ പോവാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഷിൻചാനെ നീ വരുന്നോളാ? പിന്നെ ഗൈസ്, ഞാനാണെങ്കിൽ നമുക്ക് മീൻ വാങ്ങിക്കുമ്പോൾ എൻ്റെ 2 വണ്ടിയിലും പെട്രോളില്ല. ആകെ ഒരു അരക്കട്ട എങ്ങാനുണ്ട്. നമുക്ക് ചോപ്പിന് എടുത്തിട്ട് നമുക്ക് പോവാം. അതപ്പോൾ എനിക്ക് വടാ മോനെ. ഗൈസ്, പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സിറ്റയുടെ ഈ ഗെയിമിൻ്റെ വീഡിയോ ആയിരിക്കും ഇന്ന് തൊട്ടിടേണ്ടത്. നമുക്ക് ചോപ്പിനെ വിളിച്ചിട്ടുണ്ട്. നമുക്ക് വല്ല ബസ്സോ ഓട്ടോയോ എല്ലാം പിടിച്ച് പോവാം. അതോ ഇരുന്ന് ഗൈസ്, ഒരു ഓട്ടോ ഇങ്ങോട്ട് തന്നെ. നമുക്ക് ഓട്ടോയുടെ അടുത്ത് പറയാം. ഓട്ടോയുടെ നിർത്ത്. എന്തോണോ നിനക്കൊക്കെ മര്യാദയില്ലേ? ചേട്ടാ, എനിക്ക് ഒരു അത്യാവശ്യമായിട്ട് മീൻ കട വരെ പോകണമായിരുന്നു. അതിന് എത്ര രൂപയാവും? അടുത്താണെങ്കിൽ 50 പൈസ. ഈ 50 പൈസ ടാക്സി നിർത്ത്. അങ്ങനെ ടാക്സി ആണെങ്കിൽ നമ്മൾ കൊണ്ടുപോകുന്നത് വട്ടം വെച്ചാണ് പിടിച്ച്. ടാക്സി ചേട്ടാ നേരെ പോട്ടെ. മോനെ എനിക്കൊക്കെ റൂട്ട് അറിയാം. സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. അങ്ങോട്ട് ഇരിക്കേ. ആടാ, ഇതാണോ? അതെ ചേട്ടാ. എന്ന് പറഞ്ഞാൽ ഇറങ്ങാം. 50 രൂപയൊക്കെ നമ്മൾ നേരത്തെ കൊടുത്താൽ നമുക്കെന്ന് പറഞ്ഞാൽ മീൻ വാങ്ങിക്കാം. ചേട്ടാ, ഈ മീൻ എത്ര രൂപയാ? ഏത് മീനൊക്കെ ഉണ്ട് ഇവിടെ? ഓൾഡ് ഫിഷ് ഉണ്ട് മോനെ, വേണോ? എന്നാൽ നമുക്കൊരു 50 ഗോൾഡ് ഫിഷിങ് ഇടും. ഓക്കെ ചേട്ടാ, താങ്ക് യു. സർ മോനെ. ഗൈസ്, നമുക്കെന്താ ഓട്ടോ നിൽക്ക്. മോനെ അവിടെ നിർത്തിയിട്ടേക്കുവാ. ഗൈസ്, നമുക്കെന്താ പറഞ്ഞാൽ വേറെ ഓട്ടോയിൽ കയറാം. ഓട്ടോ ആണെങ്കിൽ നമ്മൾ കയറിയിട്ടുണ്ട്. ഓട്ടോ ആണെങ്കിൽ തിരിച്ച് നമ്മളെ വീട്ടിൽ കൊണ്ടിട്ട്. നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ അടുത്തായിരുന്നു. ചേട്ടാ, ഇതാണ് കേട്ടോ എൻ്റെ വീട്. മോനെ
ഇങ്ങോട്ട് ഒരുക്കി തന്നാൽ മതി. ബാക്കി ചേട്ടൻ പോക്കോ. ഓക്കെ മോനെ. അയ്യോ ഓക്കെ ചേട്ടാ, ഞാൻ ഇറങ്ങുവാണേ. ഞാൻ ബാക്കി 50 രൂപ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്കൊന്ന് ഷിൻജാൻ്റെ അടുത്ത് പറയാം. എടാ ഷിൻജാനെ, മീൻ വാങ്ങിച്ചടാ. അങ്കിൾ ചേട്ടാ, ഞാൻ ദാ വരുന്നു. അമ്മച്ചേ ഗൈസ്, നമ്മൾ സാധനം വീടിടുന്ന തിരക്കില് അടങ്ങില് ഗൈസ്. പിന്നെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ഇത് വാങ്ങിക്കുന്ന മറ്റേ എൻ്റെ അടിയിലായിട്ടൊരു സാധനമുണ്ട്. ഈ അഴുക്ക് വെള്ളം ഊറ്റിക്കല്ലുന്ന ആ സാധനം വഴി ഊറ്റി കളഞ്ഞിട്ട് അതങ്ങ് അടച്ചു വെച്ചിട്ടുണ്ട്.